തൃശൂർ പൂരത്തിന് മുന്നോടിയായുള്ള കൊടിയേറ്റ ചടങ്ങുകൾക്ക് തുടക്കമായി. ഘടകക്ഷേത്രമായ ലാലൂർ കാർത്യായനി ക്ഷേത്രത്തിൽ കൊടി കയറി. അതിനിടെ പൂരത്തിന് എഴുന്നള്ളിക്കുന്ന മുഴുവൻ ആനകളുടെയും പട്ടികയും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും സമർപ്പിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. നിലവിലെ മാർഗനിർദ്ദേശങ്ങൾ പ്രായോഗികമല്ലെന്നാണ് ആന ഉടമകളുടെയും ദേവസ്വങ്ങളുടെയും നിലപാട്. സൂരജ് സജിയും എസ് ശ്രീകാന്തും ചേരുന്നുണ്ട്. ആദ്യം സൂരജ് സജിയിലേക്കാണ്. സൂരജ്, അവിടെ കൊടിയേറ്റം കഴിഞ്ഞിരിക്കുന്നു അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പൂരത്തിന് തുടക്കമായി എന്ന് പറയാം. ക്രിസ്tina, എന്തായാലും ഈ പൂരത്തിന് കൊടിയേറിയിരിക്കുന്നു. പക്ഷേ ആശങ്കകൾക്ക് നടുവിലാണ് ഈ പൂരത്തിന്റെ കൊടിയേറിയിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ദേവസ്വങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ആശങ്ക അത് തൃശ്ശൂർ പൂരം നടത്തിപ്പിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഈ തിരുവമ്പാടി ക്ഷേത്രത്തിന് മുന്നിലാണ്. ഈ ഭാരവാഹികളുമായി നമ്മൾ സംസാരിച്ചു. നിലവിൽ ഈ തൃശ്ശൂർ പൂരം പോലും നടത്താൻ കഴിയാത്ത പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പൂരം ചടങ്ങുകൾ മാത്രമായി നടത്തേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പൂരം ചടങ്ങുകളാക്കണമോ എന്നത് ചർച്ച ചെയ്യാൻ വേണ്ടി ഇരു ദേവസ്വങ്ങളും സംയുക്ത യോഗം വിളിച്ചിരിക്കുന്നു. അത്തരത്തിൽ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് പൂരം മാറുന്നു എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യം. അതോടൊപ്പം തന്നെ 12 മണിയോടുകൂടി ഈ ആന ഉടമകളും യോഗം വിളിച്ചിട്ടുണ്ട്. ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ എങ്ങനെ പൂരം കൊണ്ടുപോകണം എന്നറിയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോലും സാഹചര്യങ്ങൾ മാറുന്നു. ഈ ഹൈക്കോടതി ഉത്തരവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ, അല്ല ഉത്തരവ് നടപ്പാക്കുകയാണെങ്കിൽ ആന ഉടമകളടക്കം ഈ പൂരത്തിൽ നിന്ന് വിട്ടുനിൽക്കും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് അവരുടെ യോഗം വിളിച്ചിരിക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെ ആന ഉടമകളുടെ യോഗത്തിന്റെ കൂടി തീരുമാനം അറിഞ്ഞുകൊണ്ട് പൂരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ചർച്ച ചെയ്യാനാണ് ഇരു ദേവസ്വങ്ങളും ഇപ്പോൾ ഈ സംയുക്ത യോഗം വിളിച്ചിരിക്കുന്നത്. എന്തായാലും സൂരജ്, നമുക്ക് ഹൈക്കോടതി നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് ശ്രീകാന്തിനോട് കൂടെ ചില കാര്യങ്ങൾ ചോദിക്കേണ്ടതായിട്ടുണ്ട്. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. ഹൈക്കോടതി ആനകളുടെ പട്ടിക, അവരുടെ ഫിറ്റ്നസ് ഇവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിയിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടല്ലോ. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം കോടതി നൽകിയത്? തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്നും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാണ് വന്നിട്ടുള്ളത്. അതായത് എഴുന്നള്ളിക്കുന്ന മുഴുവൻ ആനകളുടെയും പട്ടികയും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും സമർപ്പിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു. 16-ാം തീയതി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് വനം വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി ആനകളെ പരിശോധിക്കണം എന്നും പറയുന്നു. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ തൃശ്ശൂർ പൂരത്തിൽ എഴുന്നള്ളിക്കണോ എന്ന കാര്യത്തിൽ 17-ന് കോടതി തീരുമാനമെടുക്കുമെന്നും പറയുന്നു. സമീപകാലത്തായി ഒട്ടനവധി പ്രശ്നങ്ങൾ ഈ ഉത്സവങ്ങളോടനുബന്ധിച്ച് ആന ഇടയുന്നതടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ എഴുന്നള്ളിക്കുന്നതിൽ ചില തടസ്സവാദങ്ങളും ഉയർന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് കോടതിയുടെ ഈ ഇടപെടൽ വന്നിട്ടുള്ളത്. 16, 17 തീയതികൾ തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ദിവസങ്ങളാണ്. 19-ാം തീയതിയാണ് പൂരം നടക്കേണ്ടത്. അതിനു മുന്നോടിയായി 16, 17 തീയതികളിൽ കോടതിയുടെ തീരുമാനം നിർണായകം. ആനയെ എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പിന്റെ തീരുമാനം അനുകൂലമെങ്കിൽ ഈ തൃശ്ശൂർ പൂരം പ്രശ്നങ്ങളൊന്നുമില്ലാതെ പൂർവാധികം ഭംഗിയായി നടക്കും. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ എഴുന്നള്ളിക്കുന്നതിൽ 17-ാം തീയതി അനുകൂല തീരുമാനമായാൽ പൂരപ്രേമികൾക്ക് അതൊരു വലിയ ആവേശവുമായി മാറും. പക്ഷേ ഹൈക്കോടതിയിൽ നിന്നെത്തുന്ന വാർത്തകളുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേർന്നത്. ഏതായാലും പൂരപ്രേമികൾ വലിയ ആശങ്കയിലാണ് ഏത് രീതിയിൽ കൊണ്ടുപോകണം കാര്യങ്ങളെന്നുള്ളത്.